എന്തായാലും ആ കപ്പലിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഒരു കപ്പൽ ഒരു പോർട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, എസ്പെഷ്യലി കണ്ടെയ്നർ ഷിപ്പ്, ആ കപ്പലിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാർഗോ മാനിഫെസ്റ്റ് കപ്പലിന്റെ ക്യാപ്റ്റൻ പോർട്ട് അതോറിറ്റിക്ക് നൽകുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഴിഞ്ഞം പോർട്ടിൽ നിന്നും പുറപ്പെട്ട MSC എൽസ 3 എന്ന് പറയുന്ന ലൈബീരിയൻ കപ്പല് ഈ മാപ്പ് കാണുന്ന ഈ ഒരു ഭാഗത്താണ് മുങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഈ കണ്ടെയ്നറിനകത്ത് എന്താണ് ഉള്ളതിനെ കുറിച്ച് ഒരു ധാരണയും ആർക്കും തന്നെയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളുമാണ് ഇപ്പോൾ വാർത്താ ചാനലുകൾ പുറത്തേക്ക് വരുന്നത്. അതായത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് ഒരു അറിവുമില്ല. അപ്പോൾ ഇത് കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലെ തീരങ്ങളിലൊക്കെ ഈ കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാധനങ്ങളും അടിയുന്നുണ്ട്. അപ്പോൾ പലവിധമായിട്ടുള്ള രസകരമായിട്ടുള്ള കഥകളും പരക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ ഗവൺമെന്റും ഒരു പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് ഈ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഈ മുങ്ങിപ്പോയിട്ടുള്ള കണ്ടെയ്നറുകൾ ഇത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ തീരത്തടിയും. ഇപ്പോൾ കൊല്ലത്തും അതുപോലെ തന്നെ ആലപ്പുഴയിലും തിരുവനന്തപുരത്തൊക്കെ അടിയുന്നുണ്ട്. അപ്പൊ ഇത്തരം കണ്ടെയ്നറുകൾ വരുന്ന സമയത്ത് അതിന്റെ അടുത്തേക്ക് അടുക്കാൻ പാടില്ല. കാൽസ്യം കാർബൈഡ് പോലുള്ള വിഷവാതകങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകളുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും എന്നുള്ളൊരു അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആളുകൾ ആരും തന്നെ ഇത് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള ചരക്ക് കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ തീരത്തടിയും. ആ സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ വന്ന് ഇത് വാരിക്കൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അത്തരത്തില് ഈ കണ്ടെയ്നറിനകത്തൊക്കെ സ്വർണ്ണങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വലിയ ഐഫോണുകളുണ്ട്, അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തീരത്തടിയുന്ന സമയത്ത് ജനങ്ങൾ വന്ന് വാരിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ, അതായത് ഭയപ്പെടുത്തുന്ന അറിയിപ്പുകൾ അറിയിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത്തരം വീഡിയോയുടെ താഴെയൊക്കെ അത്തരമുള്ള കമന്റുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. എന്താണ് ഇതിനകത്തിലെ യാഥാർത്ഥ്യം? അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഈ കപ്പലിനകത്തുള്ള കണ്ടെയ്നറിനകത്തൊക്കെ എന്ത് സാധനമാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് കോസ്റ്റ് ഗാർഡിനും അതുപോലെ തന്നെ കസ്റ്റംസിനും അതോടൊപ്പം തന്നെ ഈ പോർട്ടിലെ അധികൃതർക്കും അറിയാം എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. നമ്മൾ വാർത്താ ചാനലിൽ കേൾക്കുന്നതല്ല സത്യം. ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അതായത് കപ്പലിൽ തന്നെ ജോലി ചെയ്യുന്ന കാപ്പിത്താന്മാരും അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ജോലിക്കാരും ഒക്കെ ധാരാളമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് സാധനങ്ങൾ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് വിഴിഞ്ഞം പോർട്ടിനുണ്ട്, അതോടൊപ്പം തന്നെ കസ്റ്റംസിനുമുണ്ട്, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനുമുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ടുള്ള വിവരം എന്തുകൊണ്ട് ഈ ജനങ്ങളെ അറിയിക്കുന്നില്ല? അപ്പൊ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുന്നത് ഇത്തരത്തില് ഇതിനകത്തുള്ള ഓയിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാൽസ്യം കാർബൈഡുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ കടലിനകത്ത് വ്യാപിച്ചതിന് ശേഷം ഇത് മത്സ്യങ്ങളെയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതിനുശേഷം ഈ മത്സ്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവും. അത്തരം രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? അപ്പൊ നമുക്കൊരു ക്യാപ്റ്റൻ ഒരു വാർത്താ ചാനൽ നൽകിയ ഒരു വിവരണമുണ്ട്. അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കാം. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തായാലും ആ കപ്പലിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഒരു കപ്പൽ ഒരു പോർട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, എസ്പെഷ്യലി കണ്ടെയ്നർ ഷിപ്പ്, ആ കപ്പലിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാർഗോ മാനിഫെസ്റ്റ് കപ്പലിന്റെ ക്യാപ്റ്റൻ പോർട്ട് അതോറിറ്റിക്ക് നൽകുന്നതാണ്. ആ കാർഗോ മാനിഫെസ്റ്റ് തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ടിന്റെ കയ്യിലുണ്ടാവും, അതുപോലെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ കപ്പലിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരം കോസ്റ്റ് ഗാർഡിനും വിഴിഞ്ഞം പോർട്ടിനും ഉണ്ടാവും. എന്ത് കണ്ടെയ്നറാണ് ലോഡ് ചെയ്തിട്ടുള്ളത്, ആ കണ്ടെയ്നറുകളുടെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ആ കണ്ടെയ്നേഴ്സിന്റെ ഓണേഴ്സ് സ്വാഭാവികമായിട്ടും ഓൾറെഡി വിഴിഞ്ഞം പോർട്ടിനെയും നമ്മുടെ കസ്റ്റംസിനെയും അറിയിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ളിൽ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ കസ്റ്റംസിനെ അറിയാം. അവരാണുള്ളത് പരിശോധിച്ചിട്ട് ആ കപ്പലിലേക്ക് ലോഡ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാത്ത സാധനങ്ങളൊന്നും ആ കപ്പലിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടി ആ കപ്പലിനെ ഓരോ കണ്ടെയ്നറിന്റെയും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് നമ്പർ എല്ലാ കണ്ടെയ്നറിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടെയ്നർ നമ്മുടെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആ കണ്ടെയ്നറിന്റെ പുറത്തുള്ള നമ്പർ നമ്മളെ കോസ്റ്റ് ഗാർഡിന് കസ്റ്റംസിന് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്താണ് ആ കാർഗോ ഓണർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇപ്പൊ കണ്ടെത്തിയ കണ്ടെയ്നർ പുറത്തുള്ള കണ്ടെയ്നറിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ കസ്റ്റംസിന് കൈമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പറഞ്ഞു തരാൻ കഴിയും അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത്. അതിനാണ് ഇപ്പോൾ ഈ തീരങ്ങളില് ഒരുപാട് കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട്. അതൊക്കെയും കാലിയാണ് എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ചില വിഷ്വൽസ് ഒക്കെ ഞാൻ ഈ സൈഡിൽ വെക്കാം. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ചാക്കുകെട്ടുകളും ചില തടികളൊക്കെ അതിനകത്തിലുണ്ട്. കൂടുതലും കാലിയായിട്ടുള്ള കണ്ടെയ്നറുകളാണ് ഈ തീരത്തോട് അടിയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ പറയുന്നത് അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ഷിപ്പിനകത്ത്, അതായത് ഈ ചരക്ക് കപ്പലിനകത്ത് ഇത്തരം കാർഗോകൾ, അതായത് കണ്ടെയ്നറുകൾ ഉറപ്പിച്ചു നിർത്തിയാണ് കൊണ്ടുപോകുന്നത്. ഒരു കാരണവശാലും ഉറപ്പിക്കാതെ കൊണ്ടുപോകാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല. നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ ഈ കപ്പൽ മുങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത് വിട്ടുപോകാൻ യാതൊരു വിധമായിട്ടുള്ള ചാൻസും ഇല്ല. ഈ കപ്പൽ മുങ്ങിയതിനോടൊപ്പം തന്നെ ഇത് അടിയിലേക്ക് പോകും, കടലിന് അടിയിലേക്ക് പോകും എന്നാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തില് വരുന്ന, അതായത് തീരത്തേക്ക് വരുന്ന ഈ കണ്ടെയ്നറുകളൊക്കെ കാലിയായിരിക്കാം. അതിങ്ങനെ ഉറപ്പിച്ച് വെക്കാത്ത കണ്ടെയ്നറുകളാണ് പൊട്ടി ഇങ്ങനെ ഈ തീരത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ വിദഗ്ധരായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത്. ഈ തീരത്തടിയുന്ന കണ്ടെയ്നറുകൾ കണ്ടിട്ടുള്ള ചില നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് കണ്ടു നോക്കാം. കര സ്വാഭാവികമായി അടിച്ച് കര കയറും. ആ ചാക്കെടുത്ത് നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പീസ് ഒഴുകി പോകുന്നു. ഈ കണ്ടെയ്നറിന്റെ മെയിൻ ഭാഗം പിന്നെ അപ്പോഴേ തുറന്നിരുന്നു അല്ലേ? രണ്ടായി ആയി അങ്ങനെ പൊട്ടിയാണ് സാധനങ്ങൾ ഒഴുകി വന്നത്. ഇതിന് മെയിനറ്റമാണ് അങ്ങറ്റ ഒഴുകി പോയത്. ഇപ്പം അടുത്തുള്ള ആളെ പിടിച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞു, ആദ്യം പറഞ്ഞ് വല്ല വള്ളം മറന്നതിനകത്ത് വിചാരിച്ചു, മരം കൊല്ലി വിചാരിച്ചു. പിന്നെ മനസ്സിലായത് വേറെ ആൾക്കാർ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, ഇവിടെ ഒരു വലിയ വള്ളം പറഞ്ഞായിരുന്നു. അതിന്റെ അവിഷ്ണങ്ങൾ വർക്കല ഇവിടെയൊക്കെ അടിച്ച് പീസ് കയറി പറഞ്ഞായിരുന്നു. കണ്ടെയ്നറിൽ നിന്ന് സാധനം പുറത്തേക്ക് പോകുന്നു, വഴി ഇങ്ങനെ ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ പോകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ പിടിച്ച സാധനങ്ങൾ കരക്കയറ്റി വെച്ചത്. 3 കണ്ടെയ്നർ ആണോ? രണ്ട് ഒരെണ്ണം അങ്ങ് ഏകദേശം ഇപ്പൊ ആശാസ്മാരകം ആ ഭാഗം കഴിയും. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തീരപ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആശങ്ക ഉള്ള ആളുകളുമുണ്ട്, അതോടൊപ്പം തന്നെ ആകാംക്ഷയുള്ള ആളുകളുമുണ്ട്. അതായത് ഈ കണ്ടെയ്നറിനകത്ത് എന്താണ് ഉള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഞാൻ പറഞ്ഞല്ലോ, ഈ വിഴിഞ്ഞം പോർട്ടിനും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിനും കോസ്റ്റ് ഗാർഡിനും കസ്റ്റംസിനും ഒക്കെ അറിയാം. ഈ വിവരങ്ങൾ കൃത്യമായിട്ട് ഉള്ള രീതിയിൽ അത് പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ ഈ സ്ഫോടക വസ്തുക്കളെ കുറിച്ചും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ വിലപിടിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണും. ഒറ്റ കാര്യം മാത്രമല്ല, ഒരുപാട് കാർഗോ ഇതിനകത്തുണ്ട്, ഈ കണ്ടെയ്നറിനകത്തുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് വലിയ വിവരമൊന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്തൊന്നും ഈ പൊട്ടി വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കാർഗോകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് അടിയുന്ന സമയത്ത് അതിനകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകാനുള്ള ആളുകളും അവിടെ ഉണ്ട്. അപ്പൊ അതൊരു വലിയ ആകാംക്ഷയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു കണ്ടെയ്നർ നിറച്ച് സ്വർണമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോണോ അല്ലെങ്കിൽ അത്തരത്തില് വിലപിടിപ്പുള്ള സാധനം ഉണ്ട് എങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പ്രത്യേകിച്ച് ഈ സൊമാലിയ പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഈ നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ കപ്പലുകൾ വന്ന് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അത് കൂടോടെ എല്ലാം അവിടുത്തെ നാട്ടുകാരെടുത്തോണ്ട് പോകും. തീരങ്ങളിൽ അടിയുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ ഗവൺമെന്റിലുള്ള ആളുകളൊക്കെ വരുന്നതിന് മുമ്പേ അവരതുകൊണ്ട് സ്ഥലം വിടും. അത്തരത്തില് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഒരു ആകാംക്ഷയോടെ കാണുന്ന ജനങ്ങളും ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇനി മീൻ കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വലിയൊരു ആശങ്ക. അതായത് ഇതിനകത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ ഷിപ്പാണ്, ഈ ഷിപ്പിൽ ഓയിലുണ്ട്. ഇതൊക്കെയും കടലിൽ പരക്കും. പ്രത്യേകിച്ച് ഇതിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇതിന്റെ തീരപ്രദേശത്തുള്ള കായലാവട്ടെ അല്ലെങ്കിൽ കടലാവട്ടെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ഈ കണ്ടൽക്കാടുകളുണ്ട്, അതിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഒരു വിദഗ്ധരായിട്ടുള്ള ഒരു ആള് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. അതായത് ഇപ്പോൾ ഈ മീനുകൾ മുട്ടയിടുന്ന സമയമാണ്. കൂടുതലായിട്ട് ചാള മീനൊക്കെ കൂടുതലായിട്ട് മുട്ടയിടുന്നത് ഈ കൊല്ലത്തെ തീരപ്രദേശത്താണ് എന്നാണ് ആ വിദഗ്ധനായിട്ടുള്ള ആൾ പറയുന്നത്. അപ്പോൾ ഈ ചാളയുടെ ലഭ്യതയെ ഇത് ബാധിക്കും, അതോടൊപ്പം തന്നെ മീൻപിടുത്തത്തെയും ബാധിക്കും. ഇപ്പൊ തന്നെ 2 ദിവസമായിട്ട് മീനൊന്നും കിട്ടാനില്ല. അതായത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് മീനിന്റെ പുറത്തൊക്കെ ഇതിന്റെ അംശം പിടിക്കുമോ അല്ലെങ്കിൽ ഇതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമോ, പിന്നെ മീൻ ലഭ്യത കിട്ടാതിരിക്കുമോ, പിന്നെ മീൻ കഴിക്കാനൊക്കെ ആളുകൾക്ക് വലിയ മടിയായിട്ട് വന്നിരിക്കുകയാണ്. പണ്ട് സുനാമി ഉണ്ടായ സമയത്ത് ഒരുപാട് ആളുകൾ മരിച്ച് കടലിലൊക്കെ പോയതിനു ശേഷം 5-6 മാസം ആരും മീൻ കഴിക്കാതിരുന്ന ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശവമൊക്കെ തിന്നതിന് ശേഷം ഉള്ളതാണ് ഈ മീൻ. അപ്പോൾ ആ മീനെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന് വിചാരിച്ച് മീൻ കഴിക്കാത്ത ഒരുപാട് ആളുകൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലത്തിന്റെ തീരപ്രദേശത്തും അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശത്തും ആലപ്പുഴയുടെ തീരപ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ അവിടെ നിന്നൊക്കെ മീൻ വാങ്ങി കഴിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ കപ്പലിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. MSC എൽസ 3 എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ ഇവിടെ മുങ്ങിയിരിക്കുന്നത്. ഇത് വലിയൊരു കമ്പനിയാണ്. ലൈബീരിയയിലാണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കപ്പലുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് ടാക്സിന്റെ ഒരു കാര്യം കൊണ്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ടാക്സ് വളരെ കുറവാണ് അവിടെ. എന്നാൽ ഇത് ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു കമ്പനിയാണ്. അതായത് ഈ ഷിപ്പിങ്ങിന്റെ ഏകദേശം 25-26% മൊത്തത്തിൽ കൈയാളുന്ന ഒരു വലിയ കമ്പനിയാണ്. ഇവർക്ക് ആയിരക്കണക്കിന് ഷിപ്പുകളുണ്ട്, വലിയ ആഡംബര കപ്പലുകളുണ്ട്, വലിയ മദർഷിപ്പുകളുണ്ട്. ഇത് മദർഷിപ്പ് അല്ല, ചെറിയ കാർഗോകൾ നീക്കം ചെയ്യുന്ന ഷിപ്പാണ്. നമ്മുടെ കണ്ണിൽ ഇത് വലുതാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇത് ചെറുതാണ്.
അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു കമ്പനിയാണ്. ഏകദേശം 1000 കോടി രൂപ ഇതിനകത്ത് നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു കാർഗോയും അതോടൊപ്പം തന്നെ ഈ ഒരു ഷിപ്പും ഒക്കെ ഇൻഷുർ ചെയ്തിരിക്കുന്ന ഷിപ്പാണ്. അതായത് അവർക്ക് നല്ല രീതിയിൽ ഇൻഷുറൻസ് കിട്ടും. അതായത് ഏറ്റവും നല്ലൊരു ആക്സിഡന്റ് എന്ന രീതിയിലാണ് ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇതിനെ വിലയിരുത്തുന്നത്. അതായത് മനുഷ്യജീവൻ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല, ഈ കപ്പൽ മാത്രമേ മുങ്ങിയിട്ടുള്ളൂ, ഇതിനകത്തുള്ള കണ്ടെയ്നറുകളും സാധനങ്ങളും മാത്രമേ മുങ്ങിയിട്ടുള്ളൂ, അതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ ഇൻഷുറൻസ് കമ്പനി എല്ലാ പൈസയും ഇവർക്ക് തിരിച്ചു നൽകും. പ്രത്യേകിച്ച് ഈ MSC എൽസ 3 എന്ന് പറയുന്ന ഈ ഷിപ്പ് ഈ കടലിന്റെ അകത്തു നിന്നും എടുക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് ഏകദേശം 30 വർഷക്കാലം മാത്രമേ ഇത്തരത്തിലുള്ള ഷിപ്പുകൾ ഉപയോഗിക്കത്തുള്ളൂ. ഏകദേശം 28 കൊല്ലം പഴക്കമുള്ള ഒരു ഷിപ്പാണിത്. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പറയുന്നുണ്ട് ഈ ഷിപ്പ് മനഃപൂർവ്വമായിട്ട് മുക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് തുക കിട്ടും. ഈ ഒരു കമ്പനി MSC എൽസ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വലിയ മാഫിയ പോലെ പ്രവർത്തിക്കുന്ന വലിയൊരു കമ്പനിയാണ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് വലിയ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക്, അതായത് ഈ ഷിപ്പിംഗ് കമ്പനിക്ക് യാതൊരു വിധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ഇല്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഈ കടലിൽ പരന്നുകൊണ്ടിരിക്കുന്ന ഈ ഷിപ്പിനകത്ത് തന്നെയുള്ള ഓയിലുകൾ, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാർഗോയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെയും ക്ലീൻ ചെയ്യുന്ന ഉത്തരവാദിത്വമൊന്നും അവരെ ഏറ്റെടുക്കത്തില്ല. അവരെ എല്ലാം പൊടിയും തട്ടി പറക്കി പോകത്തേ ഉള്ളൂ. അത് വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. ഇതൊക്കെ എപ്പോൾ മാറ്റും അല്ലെങ്കിൽ ഇതെങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും ഇവിടുത്തെ സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും ഇല്ല. ഇത് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇത് കേന്ദ്ര സർക്കാരിനാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ചില വാർത്താ ചാനലുകളും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് വലിയ മാഫിയ കമ്പനിയാണ്, അതായത് ഈ ഷിപ്പിംഗ് കമ്പനി. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള എല്ലാ സാധനങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള വിവരം ഷിപ്പിംഗ് കമ്പനിക്കുണ്ട്, ഈ വിഴിഞ്ഞം പോർട്ടിനുണ്ട്, കോസ്റ്റ് ഗാർഡിനുണ്ട്, അതോടൊപ്പം തന്നെ ഗവൺമെന്റിനും അറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആകാംക്ഷയും അതോടൊപ്പം തന്നെ ആശങ്കയും, ഇതിനകത്ത് വലിയ പൊട്ടിത്തെറി വല്ലതും നടക്കുമോ, നാളെ കാലത്ത് ഈ ആളുകൾക്ക് മീൻ കഴിക്കാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ ഈ കണ്ടക്കാടുകൾക്കൊക്കെ വലിയ ആഘാതം സംഭവിക്കുമോ, ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് മീൻ പിടിക്കാൻ പോകാൻ പറ്റുമോ, അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഇത് ഈ കപ്പലുകൾ പോകുന്ന ഒരു പ്രത്യേക റൂട്ടുണ്ട്, ആ റൂട്ടിൽ ഈ കപ്പൽ കടന്നു കഴിഞ്ഞാൽ അടുത്ത കപ്പൽ വരുന്ന സമയത്ത് ഇതിനകത്ത് മുട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള പലവിധമായിട്ടുള്ള ആശങ്കകൾ പല ആളുകളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ആളുകൾ, അതായത് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് വലിയ കുഴപ്പം പിടിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊരു ഷിപ്പിംഗ് കമ്പനി ആണെങ്കിലും ഒരു കപ്പല്, അതായത് ഇതുപോലത്തുള്ള ചരക്ക് കപ്പലുകൾ 30 കൊല്ലം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഈ ഒരു കപ്പല് MSC എൽസ 3 എന്ന് പറയുന്ന ഈ ഒരു കപ്പല് ഏകദേശം 28 കൊല്ലം പഴക്കമുള്ള കപ്പലാണ്. അതുകൊണ്ട് 2 കൊല്ലത്തെ ഉപയോഗത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു കാരണവശാലും ഈ കടലിന്റെ അടിയിൽ നിന്നും ഇത് പൊക്കിയെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വിദേശ മാധ്യമങ്ങളും അത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, വിദഗ്ധരായിട്ടുള്ള ആളുകളും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തീരത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ഈ മീനൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിലിരിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ വല്ല സ്വർണ്ണമൊക്കെ ഇതിനകത്തൊന്ന് ഒഴുകി വരുമോ എന്ന് കാത്തിരിക്കുന്ന ആളുകളും ആരും തന്നെ ആശങ്കപ്പെടേണ്ട. ഇതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം അവർക്കറിയാം. അതൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് കടലിന്റെ അടിയിൽ തന്നെ കിടക്കുകയും ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും.